ഹായ് കൂട്ടുകാരെ, രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചാണ്. കഷ്ണം മീൻ ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉപ്പക്കും മോനും മാത്രമാണ്. ഞാൻ ചപ്പാത്തി ഒന്നുമില്ല രാത്രിയിൽ. എനിക്ക് ചോറ് തന്നെ വേണം, എന്നാലേ ഉറക്കം വരുള്ളൂ കേട്ടോ. പിന്നെ ഇതെന്താ സൂതമീനാണ് കേട്ടോ. സൂത കഷ്ണമാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ് സൂത പറഞ്ഞാൽ. സൂതമീനാണ്. എൻ്റെ കുഞ്ഞവിടെ മീനിന് വേണ്ടി കാത്തിരിക്കുക. ഓ, കൈയൊക്കെ ഇങ്ങനെ ആയിപ്പോയോ? ഇപ്പം തരട്ടോ. കൈ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പം തരട്ടോ. ഇല്ലെന്താ എനിക്ക് ഞാൻ എടുത്തു തരുന്നതാ. എല്ലാ കഷ്ണങ്ങളും നല്ലതല്ലേ, ഇതൊക്കെ നമുക്ക് തരാൻ പറ്റുമോ? കൂട്ടുകാരെ, ഇത് കഷ്ണ മീനൊക്കെ കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടിട്ട് മീനൊക്കെ വറുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറേ ആയി വീഡിയോ ഒന്നും ഇടലില്ല. വീഡിയോ ഇടാനൊന്നും ഒരു മൂഡില്ല, ഒരു സുഖമില്ല, മനസ്സിനൊന്നും ഒരു സുഖമില്ല. അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ ഇടാത്തത്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, ഞങ്ങളെ മനസ്സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടി. അസുഖങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കാലൊക്കെ വെച്ചിട്ട് കൃത്രിമ കാല് വെച്ചിട്ട് ഇപ്പം വണ്ടിമേലൊക്കെ പോവലൊക്കെ ഉണ്ട്. അതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടോ. എൻ്റെ അസുഖത്തിനൊക്കെ മാറ്റം വന്ന്. എന്നാലും എന്തോ ഒരു പേടി പോലെ, പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എന്തോ പറ്റുമോ എന്തോ വരുമോ എന്നുള്ളൊരു പേടി പോലെ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് പറയുകയാണ് ഞാൻ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ വെക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളോട് പറയാം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അവർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും വെച്ച് തരാൻ പറ്റിയ ഒരാളും ഇവിടെ എങ്ങുമില്ല. ആർക്കും അറിയില്ല, പറഞ്ഞു തരാൻ പറ്റിയ ഒരാൾ ഞാൻ നോക്കുന്നുണ്ട്. ആരടുത്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒന്ന് എനിക്ക് അവൾക്കൊന്ന് പറഞ്ഞു തരുമോ, കമൻറ്റിൽ കൂടെ പറഞ്ഞു തരുമോ? എനിക്കിപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര കാര്യമായിരുന്നു. എനിക്ക് കൈക്ക് ഗുളിക വാങ്ങണം, എനിക്ക് ഗുളിക വാങ്ങണം. അപ്പോൾ കുറേ ആവശ്യങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ. അന്നപ്പോൾ അതൊക്കെ ചെയ്യണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടല്ല. അതെനിക്ക് ആർഭാടം കളിക്കാനോ ഒന്നുമല്ല. ഒരു 5,000-6,000 ഉറുപ്പ്യൻ്റെ അടുത്ത് വേണം മൂപ്പർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മരുന്നിന് വേണം ഒരു 3,500 ഉറുപ്പ്യൻ്റെ അടുത്ത്. ഇപ്പം ഗുളികയൊക്കെ കുറവാണ് എനിക്ക്. ഞാനിപ്പോൾ അത്യാവശ്യം നടക്കും. മറ്റേ 5,500 ഉറുപ്പ്യൻ്റെ അല്ല 55,000 ഉറുപ്പ്യൻ്റെ മരുന്നാണ് ഇഞ്ചക്ഷനായിട്ട് എനിക്ക് കയറ്റിക്കൊണ്ടിരുന്നത് 6 മാസം കൂടുമ്പോൾ. അതിലൊക്കെ പഠിച്ചവന് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല കേട്ടോ. ഇത് ഞാൻ കുറേ ഇവിടെ പറിച്ചു കൊണ്ടുവെക്കും. പറിച്ചു കൊണ്ട് വെച്ചാൽ ഇത് പൊടിച്ചിട്ടാൽ പല്ലി വരില്ല, പല്ലി പാറ്റ ഒന്നും വരില്ല. ഞാൻ ജനൽമേലൊക്കെ വെക്കും ഇട്ടാൽ ഓരോന്നൊക്കെ. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇന്നെല്ലാം വെട്ടിപ്പറിച്ച് പുറത്തിട്ടിക്കുകയാണ്. ആൾക്ക് എന്താ ചെയ്യേണ്ടിയായിരിക്കും. എവിടെയും കുഴിച്ചിട്ടാലൊക്കെ കുറേ പടരുകയാണ്. ആദ്യം ഇല്ലാഞ്ഞിട്ടൊരു തണ്ട് കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ആയിട്ട് വെട്ടിയിട്ടാളുക. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്തു തന്നാലല്ലേ എനിക്കിപ്പോൾ ഒരു എന്താ പറയുക മുന്നോട്ടൊരു പോക്കുള്ളൂ. പിന്നെന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ആ മുറ്റം ഒന്നായിട്ട് പുല്ല് നിറഞ്ഞെടുക്കുക. ഇങ്ങനെയൊന്നും ആവില്ല മുറ്റം. എനിക്ക് വയ്യാതായപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. എനിക്കിപ്പോൾ ശരിയാക്കൂട്ടോ. ഞാൻ ഓരോ ഭാഗം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലൊരു ഭാഗം നന്നാക്കി. ഇതൊക്കെ നന്നാക്കണ കുറച്ച് പണിയുണ്ട്. നമ്മുടെ കപ്പ ഏതാ 2 മൂട് കപ്പ അവിടെ ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അപ്പുറത്തൊക്കെ കുഴിച്ചിട്ടുണ്ട്. എന്താ ഒരു കൊല അപ്പുറത്തൊന്നും ഇങ്ങോട്ട് ഉണ്ടായി തൂങ്ങി കിടക്കുക. അപ്പുറത്തെ വീട്ടുകാരുടെ കേട്ടോ അത്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു ഉപകാരമാവും കേട്ടോ. ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എനിക്കൊരു സന്തോഷം വന്നാലല്ലേ എനിക്ക് വീഡിയോ ഇടാനൊക്കെ പറ്റുക. എല്ലാവരും സഹായിക്കട്ടോ.